ഈ പ്രാർത്ഥന തുടങ്ങിയ നിമിഷം മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം നാം വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കൃത്യമായിട്ട് ഇടപെടുവാനിടയായി തീരും. ഈ സന്ദേശത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറയുന്ന ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയട്ടെ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ കർത്താവ് ഇടയാക്കുകയില്ല. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മുതൽ മുടക്കി വില കൊടുത്ത് നിങ്ങൾ ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല, നമ്മുടെ ദൈവം ആർക്കും ബാധ്യതയല്ല. സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ദൈവത്തോടൊരാലോചന ചോദിച്ചപ്പോൾ പ്രവചനാത്മാവിൽ ഒരു പ്രസംഗമായി നിങ്ങൾ ഇതിനെ ചിന്തിക്കല്ലേ, പ്രവചനാത്മാവിൽ കർത്താവ് എനിക്ക് കൈമാറിയ സന്ദേശം വേഗം നിങ്ങൾക്കൂടെ കൈമാറി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതെ ഇരിക്കുകയില്ല, അതിൻ്റെ വേർ നിലത്തു പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കിട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. 2025 പ്രാരംഭ ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ ഈ വർഷത്തെ നോക്കി നിങ്ങളെ ഓരോരുത്തരെയും തൊട്ട് കർത്താവ് കൈമാറുന്ന ഒരു സന്ദേശമാണ്. അസാധാരണ മേഖലകളിൽ ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമുക്ക് വേണ്ടി കർത്താവ് ചലിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ഇങ്ങനെ ഞാൻ ഈ ദൈവിക സന്ദേശം ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പറയുവാനിടയായി. ഈ മുഴുരാത്രി പ്രാർത്ഥനയിൽ പഴകിപ്പോയെന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങളെ വരുന്ന നിമിഷങ്ങളിൽ ദൈവം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി പേരുടെ അനുഭവങ്ങൾ നമ്മുടെ കർണപുടങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ അകത്തൊരു ചോദ്യമുണ്ട്, എന്നാ എൻ്റെ വിഷയത്തിനൊരു മറുപടി, എന്നാ ഞാൻ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് എൻ്റെ ഭവനമൊന്ന് ഉയരുവാൻ, എൻ്റെ ജീവിതം ഒന്ന് ഉയരുവാൻ, എൻ്റെ ശുശ്രൂഷയൊന്ന് ഉയരുവാൻ ഇടയാകുന്നത്. നിങ്ങളെ തൊട്ട് പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് തൊട്ടൊരു ദൂത് കൈമാറട്ടെ. പഴയ എന്നതിന്റെ അർത്ഥം മറുപടി ഇല്ലെന്നല്ല, അല്പം താമസിച്ചതിന്റെ അർത്ഥം കർത്താവ് പ്രവർത്തിക്കത്തില്ലെന്നല്ല. ഈ 2025 പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വരാൻ പോവുകയാ. ഈ നിമിഷങ്ങളിൽ ഒരു വ്യക്തിയെ കാണാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഗാനങ്ങൾ, ഗാന ശുശ്രൂഷ നയിച്ച് നമ്മളെ ബലപ്പെടുത്തുന്ന കർത്തൃദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവിനെ കാണത്തക്ക രീതിയിൽ, ആത്മസാന്നിധ്യം അനുഭവിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കപ്പെടട്ടെ. നമ്മുടെ ഹൃദയം ആത്മതലവുമായി കണക്റ്റഡ് ആകട്ടെ. ഞാൻ ഇന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങത്തുള്ളൂ, കർത്താവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങത്തുള്ളൂ, അവന്റെ സ്പർശനം അനുഭവിച്ച് ഇറങ്ങത്തുള്ളെന്നുള്ള ആ ആഗ്രഹത്തോടെ ഇരുന്ന അവൻ നമ്മളെ വെറും കൈയായി വിടത്തില്ല. ആത്മമണ്ഡലം ശക്തിയോടെ ചലിക്കുന്നത്, ആത്മമേഖല ശക്തിയോടെ ചലിക്കുന്നത് ഞാൻ തിരിച്ചറിയുക. നിന്റെ കാതിൽ എത്ര നെഗറ്റീവ് അന്ധകാര മണ്ഡലങ്ങൾ പറഞ്ഞാലും നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സർവശക്തന്റെ കരമുണ്ട്. നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ബലവാനായ ഒരു ദൈവത്തിന്റെ കരമുണ്ട്. എത്ര അസാധ്യമെന്ന് നമ്മൾ ചിന്തിച്ചാലും അവന്റെ മഹത്വമുള്ള ദൂതന്മാരുമായിട്ട് അവൻ ഈ നിമിഷം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നീ ഭവനത്തിന്റെ അകത്ത് വീർപ്പുമുട്ടിയായിരിക്കും, ഒരുപക്ഷെ ഒരു വാഹനത്തിന്റെ അകത്തിരിക്കുകയായിരിക്കാം, വ്യത്യസ്ത രാജ്യത്തെ വ്യത്യസ്ത തുറകളിൽ നിങ്ങളായിരിക്കാം. എന്നാൽ നമ്മളെ കാണുന്ന ഒരു സ്വർഗ്ഗം ഇന്ന് പകല് ഈ പ്രഭാത സമയത്ത് വചന ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്നെ അവന്റെ ചലനം അനുഭവിക്കുന്ന ദൈവമക്കൾ, അവന്റെ തൊഴിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നാട്ടെ.
അല്പം ചരിത്രവും പശ്ചാത്തലവും പറഞ്ഞ് ഈ സന്ദേശത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതെങ്കിലും സമയത്തിന്റെ പരിമിതിക്കകത്ത് നിന്ന് ഇതിനകത്ത് എനിക്ക് കൈമാറിയ ദൂത് കൈമാറേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഈ വേദഭാഗത്തേക്ക് തന്നെ വരട്ടെ. 7-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. 2025 പ്രത്യാശയോടെ സ്റ്റെപ്പ് വെച്ച് എത്ര ദൈവമക്കളുണ്ട്? അതോ നിരാശയോടാണോ കടന്നു വന്നിരിക്കുന്നത്? നിരാശയോടാണോ മുന്നോട്ട് പോകുന്നത്? എങ്ങനെയും അങ്ങ് പോയാ മതി എന്നുള്ള ചിന്തയാണോ? കർത്തൃദാസനെ അങ്ങനെയല്ല. ഒരു പ്രത്യാശയുണ്ടാകട്ടെ, ഒരു പ്രത്യാശയുണ്ടാകട്ടെ. അസാധാരണമായത് സംഭവിക്കത്തക്ക രീതിയിൽ 2024 ഒടുക്കിക്കളയുവാൻ അനേക സന്ദർഭങ്ങൾ ഉണ്ടായപ്പോ കിടക്കയിലാക്കി എന്നേക്കുമായി ഒതുക്കുക ശത്രു പദ്ധതികൾ തയ്യാറാക്കിയപ്പോ കണ്ണിന് കൊള്ളെടുത്ത് തട്ട് ആ പിരികത്ത് തട്ടി മാറ്റി നമ്മളെ ജീവനുള്ള ദേശത്ത് ശേഷിപ്പിച്ചെങ്കിൽ ഈ 2025 അസാധാരണമായതാ. ആത്മാവിന്റെ മൂവ്, പരിശുദ്ധാത്മാവിന്റെ മൂവ് ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. എത്ര വലിയ രോഗത്തെയാണെങ്കിലും ആ കെട്ടിനെ ദൈവം അഴിക്കൂ. എത്ര വലിയ വിഷയമാണെങ്കിലും ആ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് എനിക്കൊന്ന് അടുക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നുണ്ട്. അതരങ്ങളിൽ സ്തോത്രം വരുന്നുണ്ട്, അതരങ്ങളിൽ സ്തുതി വരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ചലനം എൻ്റെ അകത്തുണ്ടാകുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ആ ദൈവിക സന്തോഷം എൻ്റെ അകത്തുണ്ടാകുന്നില്ല. ഈ നിമിഷങ്ങളിൽ നിന്റെ മേലൊരു വിടുതൽ ദൈവം നൽകാൻ പോവുകയാ. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അഭിനയമല്ല, അത് അനുകരണമല്ല. അഭിനയിച്ച് അധിക നാള് പോകാനൊക്കത്തില്ല, അനുകരിച്ച് അധിക നാള് പോകാനൊക്കത്തില്ല. ജീവിക്കുന്ന ദൈവവൈതലിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. എവിടെങ്കിലും ദൈവിക ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാധനയുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, രാജകൊട്ടാരത്തിനകത്താണെങ്കിലും എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ ഭക്തൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് ആ രക്ഷയുടെ സന്തോഷം, എനിക്ക് ആ രക്ഷയുടെ ആനന്ദം ഒന്ന് മടക്കി തരണമേ. ദൈവസന്നിധി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിഷയങ്ങളെല്ലാം മാറുകയാണോ? ആണോ? അല്ല. പ്രതിസന്ധികളെല്ലാം മാറുകയാണോ? അല്ല. പക്ഷെങ്കില് സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം. ഈ സ്റ്റുഡിയോ വിട്ട് നമ്മൾ ഇറങ്ങുമ്പോ, ഈ മുഴുരാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോ നീറുന്ന വിഷയങ്ങളുമായിട്ടാ കയറി വന്നത്. എന്റെ വിഷയം ഒന്ന് ദൈവത്തോട് പറയാൻ പോലും ഒത്തില്ല. ഞാൻ ആ പ്രാർത്ഥനയിൽ അങ്ങ് ലയിച്ചു, ഞാൻ ആ ആരാധനയിൽ വിട്ടുകൊടുത്ത് ആരാധിച്ചു. ദൈവദാസന്മാർ പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി ഹൃദയം തുറന്നു പ്രാർത്ഥിച്ചു. മുഴുരാത്രി പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാ ഓർത്തെ എന്റെ വിഷയം പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന്. പക്ഷേ അന്നേരം ആ തിരിച്ചറിയുന്നത് എന്റെ അകത്തുള്ള ആ പേടി അങ്ങ് മാറി, എന്റെ അകത്തുള്ള ഭയം അങ്ങ് മാറി, എന്റെ അകത്തുള്ള ടെൻഷൻ അങ്ങ് മാറി. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിഷയം മാറിയില്ലല്ലോ എന്ന് ശത്രു പറയുമ്പോ, ഇന്നലെ പോയ അനുഭവത്തിൽ കൂടെ തന്നെയാണല്ലോ പോകുന്നതെന്ന് പറയുമ്പോ അവരെ തുറന്ന് വനത്തോടെ പറയണം. എന്നാ ഇന്നലകളില്ലാത്ത ഒരു ശക്തി പൈശാചിക മണ്ഡലങ്ങൾക്കൊരു വെല്ലുവിളിയായി, ദുഷ്ടമേഖലകൾക്കൊരു വെല്ലുവിളിയായി ഒരു അഭിഷക്ത ഗണ ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക. ഒരു സമാധാനം അകത്തിറങ്ങിയോ, ഒരു സ്വസ്ഥത അകത്തിറങ്ങിയോ? തിരിച്ചറിഞ്ഞോണ്, വരുന്ന ദിവസങ്ങൾ അതിന്റെ മറുപടി ഉണ്ട്. വരുന്ന ദിവസങ്ങൾ ആ വിഷയത്തിന്റെ മറുപടി ഉണ്ട്, ആ പ്രതിസന്ധിയുടെ മറുപടി ഉണ്ട്.
അടാക സന്ദര ദാനക ടാലക അടാല അഭിഷേകത്തിന്റെ കത്തലുള്ള ആത്മാവിന്റെ തീയുള്ള ഓ ഇവല അധികരകടകസിയ ലോകത്തിന്റെ ഒരു ശക്തിക്ക് പിടിച്ചൊതുക്കാൻ കഴിയാത്ത ആത്മനിറവുള്ള ഒരു തലമുറ 2025 ദൈവത്തിന് ആവശ്യമാ. അതാ തീച്ചൂളയുടെ മടങ്ങ് 7 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ട് അറിഞ്ഞിട്ടും അവൻ ഞങ്ങളെ വിടുവിച്ചാലും അതിനും തുറന്ന ദൈവമക്കൾ പറ, അവൻ ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു സന്നിധിയേ ഉള്ളൂ. ദൈവത്തിന്റെ വൃതന്മാരെ തെറ്റിക്കുക, അന്ധകാര മണ്ഡലങ്ങള് അതിന്റെ നിലവാരത്തിൽ വെല്ലുവിളി ഉയർത്തുമ്പോ, സംശയത്തിന്റെ കണികൾ ഹൃദയത്തിനകത്തേക്ക് ഇടുമ്പോ അതിനും തുറന്ന് വിശ്വാസത്തോടെ അഭിഷേകത്തോടെ ദൈവമക്കൾ പറയണം, എത്ര പ്രതിസന്ധി വർദ്ധിച്ചാലോ അതിന്റെ മടങ്ങ് എത്ര വർദ്ധിച്ചാലോ അവൻ വിടുവിക്കുകയോ വിടുവിക്കാതിരിക്കുകയോ അത് ദൈവത്തിന്റെ കാര്യം. പക്ഷേ ദൈവകൃപയിൽ നിൽക്കുക, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുക, ദൈവിക വിശുദ്ധിയിൽ നിൽക്കുക. ദൈവം തൊട്ടൊരു കാര്യം പറയുക, നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ അഭിഷേകനെ ദൈവത്തിന്റെ ദാസിയെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ, നമ്മൾ നിൽക്കേണ്ടിടത്ത് നിന്ന ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തോളും. ദൈവം ചെയ്യേണ്ടത് ചെയ്യാൻ നമ്മൾ പോകണ്ട, ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കണ്ട, ഇന്ന വഴിയിലൂടെ പ്രവർത്തിക്കണേന്ന് പറയണ്ട. ഹല്ലേലൂയ, നമ്മൾ അങ്ങ് നിന്നാ മതി, ബാക്കി ദൈവം ചെയ്യും. എന്റെ സന്ദേശത്തിന്റെ ഭാഗമല്ലെന്നറിയാം, പക്ഷെ എന്റെ അകത്ത് ഈ ദൈവിക സന്ദേശങ്ങൾ, ഈ പ്രവചന ശബ്ദങ്ങൾ തുടിക്കുന്നത് കൊണ്ട് ഞാനത് കൈമാറുക. എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ ചലിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഇവിടെ വെളിപ്പെടുന്ന പ്രവചനത്തിന്റെ ശക്തി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ മാത്രമല്ല, ലോകത്തിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങൾക്കും ഈ നിമിഷം വിടുതലാകുക. പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. ചിലരോട് അടുത്ത് ചെന്ന് ചോദിച്ചാൽ പറയും, പാസ്റ്ററെ കൈക്കും ചുണ്ടിനും ഇടയില പലതും വഴുതി മാറിയത്, പലതും വഴുതി മാറി. കൈ കിട്ടിയെന്നോർത്ത, തലമുറ നന്മ പ്രാപിച്ചെന്നോർത്ത, കുടുംബം ഒന്ന് പിടിച്ച് കയറിയെന്നോർത്ത, എന്നാ വഴുതിപ്പോയി. എന്നാ നിന്നെ തൊട്ട് ദൈവം ഒരു ദൂത് പറയുക, വഴുതിപ്പോയതിനെ ഓർത്ത് നീ വേദനിക്കേണ്ട, 25 നിന്റെ കൈ കൊണ്ട് തരുവാ. ദൂരത്തുള്ള ലിവ്യാതാന്റെ തല തകർത്ത് അതിനെ അരിഞ്ഞ് കഷണങ്ങളാക്കി തൊക്കും തൂവലും പിടിപ്പിച്ച് തന്റെ ജനത്തിന്റെ കൂടാരത്തിന്റെ മുൻപിൽ കൊണ്ടു ചെന്ന് നിർത്തിയ ദൈവം അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ. അതുകൊണ്ട് അതരം തുറന്നു പറ, എനിക്ക് പ്രത്യാശയുണ്ടെന്ന് പറ, എനിക്ക് പ്രത്യാശയുണ്ടെന്ന് പറ, എനിക്ക് പ്രത്യാശയുണ്ടെന്ന് പറ. എത്ര നിരാശ ഇഞ്ചക്ട് ചെയ്യുവാൻ ലോകത്തിന്റെ ശക്തികൾ പോരാടിയാലും പുറത്തുള്ളവരെ ജയിക്കാം കേട്ടോ, പക്ഷെ ചേർന്ന് നിൽക്കുന്നവർ ചിലത് കൈമാറുമ്പോ, ചേർന്ന് നിൽക്കുന്നവർ ചിലത് പറയുമ്പോൾ നമ്മൾ തകർന്നു പോകും. തിരിച്ചറിഞ്ഞോണം, ചേർന്ന് നിൽക്കുന്നവരെ ശത്രു കരങ്ങളിലെടുത്ത് ചില വാക്കുകൾ പറയിക്കുമ്പോ ചിലപ്പോൾ അവർ തമാശക്കായിരിക്കും പറയുന്നത്, ചിലപ്പോൾ അവർ നേരം പോക്ക് പോലായിരിക്കും പറയുന്നത്, പക്ഷെ അത് ചങ്കിനകത്തോട്ട് കയറി ഒരു വലിയ വേദനയായി നമ്മൾ മാറുമ്പോ ഇന്ന് ഈ സമയത്ത് ദൈവമക്കൾ പറയണം, ആ വേദനയ്ക്ക് പുറകിലും ഞാൻ തകരത്തില്ല, എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. ലോകം മുഴുവൻ ചോദിച്ച് എന്തിനാ കർത്താവെ നിൽക്കുന്നതെന്ന്, പക്ഷെ കർത്താവ് പറഞ്ഞു, വഴികരിയിരുന്ന് ഒരുവൻ നിലവിളിക്കുന്നുണ്ട്. എടാ, വഴികരികയിരുന്ന് ഒരുവൻ നിലവിളിച്ചെങ്കില് കഴിഞ്ഞ രാത്രി തൊട്ട് ഈ നിമിഷം വരെ ദൈവസന്നിധി മുട്ടുമടക്കി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനു വേണ്ടി ദൈവം നിൽക്കാതിരിക്കുവോ?
എത്ര പേർക്ക് മനസ്സിലായി? വഴികരിയിരുന്ന് ഒരുവൻ നിലവിളിച്ചപ്പോ ശിഷ്യന്മാര് പറഞ്ഞു നിൽക്കണ്ടെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ഇവരോടും പറഞ്ഞു വായടയ്ക്കാൻ പറഞ്ഞു. പക്ഷെ കർത്താവിന് നിന്നേ ഒക്കത്തുള്ളെങ്കിൽ വീട്ടിൽ സകലരും ഉറങ്ങുമ്പോൾ, ദേശത്ത് സകലരും ഉറങ്ങുമ്പോൾ ഉറക്കം വരാഞ്ഞിട്ടല്ല, ഉറക്കം മാറ്റിവെച്ച് മുട്ടയിലിരിക്കാൻ കഴിവില്ല, കസേരയിൽ അധിക സമയം ഇരിക്കാൻ കഴിവില്ല, നടന്നും ഇരുന്നും കിടന്നു ഈ മുടിരാത്രി പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവവൈതലേ, മനുഷ്യൻ നിന്നെ കണ്ടില്ലെങ്കിലോ നിന്നെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. ദൈവമക്കൾ പറയും എനിക്ക് പ്രത്യാശയുണ്ടെന്ന് പറ. എന്റെ പ്രത്യാശയെ എടുത്തു കളയാൻ ആർക്കും കഴിയത്തില്ല. 2025 നെഗറ്റീവ് പറഞ്ഞ് ഞാൻ ഒടുങ്ങത്തില്ല. ദൈവത്തിന്റെ വാക്തത്വം പറയൂ. വാക്തത്വം എന്ന ആയുധമുള്ള ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. നമ്മുടെ ആയുധമാ വാക്തത്വം. നീ നടക്കുമ്പോൾ ദൈവത്തിന്റെ വാക്തത്വം പറയണം. നീ നിൽക്കുമ്പോൾ പറയണം. ഭവനത്തിനകത്ത് പറയണം. ദൈവദാസന്മാരെ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പറയണം. ദൈവം പറഞ്ഞ ആലോചനകൾ പറയാൻ തുടങ്ങുമ്പോൾ അത് നിറപടിയായി നിവർത്തിക്കാൻ തുടങ്ങും. അതിനെ വെട്ടിയാൽ പിന്നെയും എന്തു ചെയ്യും? പൊട്ടിക്കിളിർക്കും. ഇത് ഒത്തിരി വ്യാഖ്യാനങ്ങളൊന്നും കൊണ്ട് വേദഭാഗമല്ല കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന. പക്ഷേ 2025 ബന്ധത്തിൽ ദൈവം എനിക്ക് കൈമാറിയ പ്രവചന ശബ്ദമാ. അത് വെട്ടിയാലും പൊട്ടിക്കിളിർക്കും. വെട്ടുണ്ടെന്ന് പറഞ്ഞ് നിർത്തരുത് കേട്ടോ. വെട്ടുകൊണ്ട് സഹിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ മടുക്കരുത് കേട്ടോ. വെട്ടിയാലും പൊട്ടിക്കിളിർക്കും. വെട്ടിയാലും പൊട്ടിക്കിളിർക്കും. വെട്ടുന്നത് കൊണ്ട് ചരിത്രം തീരത്തില്ല. വെട്ടുന്നത് കൊണ്ട് ചരിത്രം തീരത്തില്ല. അഭിഷക്തന്മാരെ, കുഞ്ഞെ, മാതാവേ, പിതാവേ, കഴിഞ്ഞ വർഷം ഒത്തിരി വെട്ട് കിട്ടിയതല്ലേ? സഹിക്കാൻ കഴിയാത്ത വെട്ട് കിട്ടി. പക്ഷേ നീ തകർന്നു പോകാനതിന് കാരണമെന്നറിയാമോ? ഈ വർഷം ദൈവത്തിന് നിന്നെ കിളിപ്പിക്കണം. ദൈവത്തിന് നമ്മുടെ കുടുംബത്തെ കിളിപ്പിക്കണം. നമ്മുടെ ശുശ്രൂഷയെ കിളിപ്പിക്കണം. ദൂത് തിരിച്ചറിയുന്ന ദൈവമക്കൾ, ദൂത് എന്നോടാണ് മനസ്സിലാകുന്ന ദൈവമക്കൾ, നീ ഭവനത്തിനകത്ത് നിനക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നീ കൈയടിച്ചോണം. നിനക്ക് ചാടാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നീ ചാടിക്കോണം. നിനക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ നീ പ്രതികരിച്ചോണം. ഒരു അസാധാരണ റിലം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഒരു അസാധാരണ മേഖല ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ മുഴുരാത്രി പ്രാർത്ഥന ചൂട് പിടിച്ചിരിക്കുക. അതിശക്തമായി ദൂതന്മാരുമായി കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ചില ദൂതന്മാരുടെ സാമീപ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി അസാധാരണമായതിനെ ചെയ്തു തരുക ദൂതന്മാരെയോ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്റെ വീട്ടിലോട്ടൊരു ദൂതൻ വരണേന്ന് പറ. എന്റെ തലമുറയുടെ വിഷയത്തിലേക്ക് ഒരു ദൂതൻ ഇറങ്ങണേന്ന് പറ. എന്റെ ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് ഒരു ദൂതൻ ഇറങ്ങണേന്ന് പറ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് മുന്നോട്ട് പോകാനല്ല. 2025 വ്യക്തതയോടെ ഓരോ സ്റ്റെപ്പ് വെക്കുവാൻ, വ്യക്തതയോടെ ഓരോ സ്റ്റെപ്പ് വെക്കുവാൻ. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. അവ്യക്തതയിൽ സഞ്ചരിക്കുന്ന ചിലതുണ്ട്, അവ്യക്തതയിൽ മൂവ് ചെയ്യുന്ന ചിലതുണ്ട്. നിന്നെ വ്യക്തതയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവാ. നിന്റെ രണ്ട് സൈഡും പർവ്വതമാ, പുറകിൽ പിന്തുടരുന്ന ഫറവോന്യ സൈന്യമാ, മുന്നിലോട്ടുള്ള യാത്ര അവ്യക്തതയാ. എന്നാൽ അഭിഷേകത്തിന്റെ വഴി നീട്ടാൻ തയ്യാറായ Thank you, precious Holy Spirit. Thank you, Lord, you're moving. Lord, you're moving. Adana Shandare Keria. വിളിച്ചത് ദൈവമല്ലേ? കർത്താവിന്റെ ശബ്ദം കേട്ടല്ലേ ഇറങ്ങി തിരിച്ചത്? പിന്നെന്തിനാ എന്റെ കുടുംബത്തെ ഈ അവ്യക്തതയെ കൊണ്ട് നിർത്തിയത്? വേറെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത്രയും വർഷം മുന്നോട്ട് വന്ന് നിൽക്കുകയല്ലേ? എന്നിട്ടെന്താ എന്റെ ഉള്ളിൽ ഒരു ബോധ്യം വെളിപ്പെടാത്തത്? കർത്താവ് പറയുക,
ഓ, നിനക്ക് കാണാനൊക്കത്തില്ലെങ്കിലും നീ അഭിമുഖീകരിക്കുന്ന സമുദ്രത്തിനകത്ത് എന്റെ ഒരു പദ്ധതി മറിഞ്ഞു കിടപ്പുണ്ട്, എന്റെ ഒരു പ്ലാൻ മറിഞ്ഞു കിടപ്പുണ്ട്. മുമ്പേ ശുശ്രൂഷിച്ച ഒരു ദൈവദാസൻ വചനം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവം ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ ആ ആ ഈ സന്ദേശം സമയത്തിന്റെ പരിധിയെ പൂർത്തിയാക്കാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരുറപ്പുണ്ട്, വാലിന് തീ പിടിച്ച ചില ഗുരുക്കന്മാർ ഈ നിമിഷങ്ങളിൽ എഴുന്നേൽക്കുകയാ. പൈശാചിക മണ്ഡലങ്ങൾക്ക് വെല്ലുവിളിയാകുക, ഇരുളിന്റെ മേഖലകൾക്ക് വെല്ലുവിളിയാകുക, ദേശത്തിന്റെ കുടിയിരിപ്പിന് വെല്ലുവിളിയാകുവാൻ. അഭിഷേകമുള്ളവന്റെ നോട്ടത്തെ പൈശാചിക മണ്ഡലം ഭയക്കും. അഭിഷേകമുള്ളവന്റെ വർത്തമാനത്തെ പൈശാചിക മണ്ഡലം ഭയക്കും. അഭിഷേകമുള്ളവന്റെ നിഴലിനെ പൈശാചിക മേഖല ഭയക്കും. അഭിഷേകമുള്ളവന്റെ വസ്ത്രത്തെ ഇരുളിന്റെ മേഖല ഭയക്കും. ഒറ്റ ദൂതുള്ള ഞാൻ അതിനകത്ത് പറയട്ടെ, കാണുന്ന മണ്ഡലങ്ങളെല്ലാം അടച്ചു പൈശാചിക മണ്ഡലം പറഞ്ഞു തോറ്റുപോയെന്ന്. പക്ഷെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് പറഞ്ഞു, കാണുന്നതേ നിനക്ക് അടയ്ക്കാനൊക്കത്തുള്ളൂ, കാണാത്ത ഒന്ന് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. 2024 വരെ കാണുന്നത് പലതും പൈശാചിക മേഖലയെ അടച്ചെങ്കിൽ 2025 അസാധാരണ വർഷമാണെന്ന് എബിവായിരാവിലത്തെ കൊണ്ട് ദൈവം പ്രവചിപ്പിക്കുന്നെങ്കിൽ കാണാത്തത് നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവാ. പിന്നെയും അത് പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കത്തില്ല എന്ന് പറഞ്ഞ വീണ്ടും ചേർത്ത് വെക്കുന്നത് പഴയ തടിയല്ല, പഴകിപ്പോയതല്ല. നയമാനെ, നീ മുങ്ങി എഴുന്നേക്കുമ്പം നിന്റെ പഴയ സ്കിന്നല്ല വരുന്നത്, നിന്റെ തൊലി ഒരു ബാലന്റെ പോലാകും. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ചേർത്ത് വെക്കുന്നവനല്ല ദൈവം, പുതിയത് തരുന്നവനാ ദൈവം. മനുഷ്യൻ ചേർത്ത് വെക്കുമ്പോ എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്നവനല്ല, എന്റെ ദൈവം പുതിയത് ചെയ്യുന്നവനാ. വീണ്ടും നിങ്ങൾ ആ ഭവനത്തിൽ ചെന്ന ഭാഗം വീണ്ടും ധ്യാനിക്കണം. അടുത്ത ഭാഗം ഒന്നുകൂടെ ആഴമാ. അതിന്റെ വേർ നിലത്തു പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെട്ടുന്നത് കാണാം കേട്ടോ, വെട്ടുന്നത് കാണാം. പക്ഷേ വേർ നിലത്തു പഴകുന്നത് കാണാൻ ഒക്കുവോ? ആത്മമണ്ഡലത്തിൽ ഈ ദൂതനെ എടുക്കണം കേട്ടോ. കുറ്റി മണ്ണിൽ കെട്ടുപോകുന്നത് കാണാൻ ഒക്കുവോ? കാണുന്ന മണ്ഡലങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥന കൊണ്ട് അടച്ചു, പ്രാർത്ഥനയുടെ ഒരു ബെൽറ്റിനകത്താക്കി. പക്ഷേ ഇങ്ങനൊരു പരാജയം ഞാൻ അറിഞ്ഞില്ല കർത്തൃദാസനെ. കർത്താവ് പറയുക, നീ കാണുന്നില്ലെങ്കിലും കാണാത്ത മണ്ഡലങ്ങളിൽ നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. വെട്ടുന്നത് കാണാം കേട്ടോ, പക്ഷെ വേര് പഴകുന്നത്, കുറ്റി മണ്ണിൽ കെടുന്നത് അക്ഷരീക കണ്ണുകൊണ്ട് കാണാൻ ഒക്കത്തില്ല. പരമണ്ഡലങ്ങളിലും വന്ന പരാജയം കാണുന്ന മണ്ഡലത്തിലല്ലായിരുന്നു, അദൃശ്യ മേഖലയിലായിരുന്നു. 2025 ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ദൃശ്യമണ്ഡലത്തിലല്ല, അദൃശ്യ മണ്ഡലത്തിൽ. ദൈവ സഭയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒന്നാമത്തേത് നാച്ചുറലാ, ഒന്നാമത്തേത് നാച്ചുറലാ. വെട്ടിയ പൊട്ടിക്കിളിർക്കും. അത് അടുത്ത വീട്ടിലെ വ്യക്തിയുടെ വീട്ടിലും മരം വെട്ടിയാൽ എന്ത് ചെയ്യും? പൊട്ടിക്കിളിർക്കും. പക്ഷെ വേരു പഴകിയാൽ, കുറ്റി പഴകിപ്പോയാൽ പിന്നെ അത് കിളിക്കത്തില്ല. അതാ പരിശുദ്ധം ഇതിനകത്തോട്ട് വന്നിരുന്നപ്പം ദൈവം എന്നോട് പറഞ്ഞു, ദൈവജനത്തോട് പറയണം, അഭിഷക്തരോട് പറയണം, ദൈവമക്കളോട് പറയണം, പഴയതിനെ ഞാൻ കൈകാര്യം ചെയ്യും, പഴകിപ്പോയതിനെ ഞാൻ കൈകാര്യം ചെയ്യും.
ചില ബന്ധനങ്ങൾ മുറുകിപ്പോയിട്ടുണ്ട്, ചില കെട്ടുകൾ പഴകിപ്പോയിട്ടുണ്ട്. അതെങ്ങനാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നേ? അതുകൊണ്ട് പറയണമെന്നോ, സമയം ഓടിപ്പോകുന്നല്ലോ. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ എന്ത് ചെയ്യും? തളിർവിടും. ഈ വെള്ളത്തിന്റെ ഗന്ധം എങ്ങനെ അറിയുന്നേ? അത്ര സെൻസിറ്റീവ് ആകണം. 2025 ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ എല്ലാ സംസാരത്തും സംസാരിക്കാൻ പോയാൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. എല്ലായിടത്തും നീ പോയിരുന്നാൽ, എല്ലാ കാഴ്ചയും നീ കണ്ട, എല്ലാ കാര്യവും നീ കേട്ടാൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. എന്നിലൂടെ അസാധാരണ ദൈവ സാന്നിധ്യം വെളിപ്പെടണം. എന്നിലൂടെ അസാധാരണ ദൈവകൃപ വെളിപ്പെടണം. എന്റെ ഭവനത്തിനകത്ത് ഒരു അസാധാരണ മേഖല എനിക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അസാധാരണ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറണം. മുമ്പേ സ്തുതി വന്നതുപോലെ ഇപ്പൊ സ്തുതി വരുന്നില്ല. മുമ്പേ ആരാധന വന്നതുപോലെ ഇപ്പോ ആരാധന വരുന്നില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന എബിപ്പാസ്റ്റർ കണ്ണിക്കൂടെ ദൈവശക്തി വ്യാപരിക്കത്തില്ല. പാപം ചെയ്യുന്ന കരങ്ങളിലൂടെ ദൈവശക്തി വെളിപ്പെടത്തില്ല. ഹൃദയത്തിനകത്ത് കയ്പ് വെച്ചിരിക്കുന്ന ഹൃദയത്തിലൂടെ ദൈവശക്തി വെളിപ്പെടത്തില്ല. ഒത്തുവാക്യം വെച്ച് പ്രസംഗിക്കാം, പ്രാസമൊപ്പിച്ച് ആശയങ്ങൾ പറയാം. ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ, ദൈവശക്തി വെളിപ്പെടുവാൻ എന്റെ ദേഹം, ദേഹി, ആത്മാവിനെ ഞാൻ സമർപ്പിക്കണം. 2025 പിടിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ കാലഘട്ടത്തെ പിടിക്കുന്നത് മിടുക്കന്മാരല്ല, അഭിഷേകമുള്ളവരാ, ആത്മശക്തിയുള്ളവരാ, ദൈവകൃപയുള്ളവരാ. ഈ പ്രഭാത സമയത്ത്, ഈ 2:15 കഴിഞ്ഞ സമയത്ത് എന്റെ സന്ദേശം കേൾക്കുന്ന ദൈവ വൈതലേ, കർത്താവിന് നമ്മളെ അസാധാരണമായി ഉപയോഗിക്കുവാൻ, ദൈവത്തിന്റെ സഭയെ ഉപയോഗിക്കുവാൻ, ദൈവജനത്തെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അതെന്ത് ചെയ്യും? കിളിർക്കും. ഒരു തൈ പോലെ എന്ത് ചെയ്യും? തളിർവിടും. വെള്ളത്തിന്റെ ഗന്ധം അറിയണമെങ്കിൽ ചായ തിളപ്പിക്കുമ്പോൾ അതറിയാം, അതിനൊരു മണം വരും. പക്ഷെ പച്ചവെള്ളത്തിനൊരു ടേസ്റ്റ് ഉണ്ടോ? ആ ടേസ്റ്റ് അനുഭവിക്കണമെങ്കിൽ അത്ര ആഴത്തില്, അത്ര കീനായിട്ട്, അത്ര ചേർന്ന് നിൽക്കണം. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ, ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കൂടെ നടക്കണമെങ്കിൽ, ശബാന സത്തനാദിയ, അങ്ങനൊരു കാത് വേണം, അങ്ങനൊരു കണ്ണു വേണം, അങ്ങനൊരു ജീവിതം വേണം. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാട്ടെ. ഹലാശതനകതരിയ അടമ സന്ദരാജന ഹസിയതനരിയ അടമന ശംബരാതുരി അംബബാലസിയതന ബൗഡവ. 2025 ദൈവം നമുക്ക് ദാനം നൽകി. ഇതിന്റെ ആദ്യ മാസത്തില് പവർ വിഷൻ ഫാമിലി ഒന്നിച്ച് നമ്മൾ ഈ മുഴുരാത്രി പ്രാർത്ഥനയിലായിരിക്കുക. അസാധാരണമായത് ദൈവം ചെയ്യാൻ പോവുക. അസാധാരണമായ മണ്ഡലത്തിൽ ദൈവത്തിന്റെ അഭിഷേകം ചലിക്കാൻ പോവുക. ദൈവജനത്തെ തൊട്ടൊരു ദൂത് പറയുക, കർത്താവിന് അസാധ്യം ഒന്നുമില്ല. കർത്താവ് എന്നോട് കൈമാറാൻ കഴിഞ്ഞ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറി. പഴകിപ്പോയ വിഷയങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്യും. അത് തലമുറയുടേതാകട്ടെ, അത് കുടുംബജീവിതത്തിൻ്റെതാകട്ടെ, അത് ശുശ്രൂഷയുടേതാകട്ടെ, അത് ആത്മമേഖലയിലാകട്ടെ, അതാരോടും പറയാത്ത വിഷയമാകട്ടെ, അതിനെ കൈകാര്യം ചെയ്യാൻ ദൈവം തയ്യാറാ. എന്നാൽ വെള്ളത്തിന്റെ ഗന്ധത്തെ തിരിച്ചറിയുന്ന അത്ര സെൻസിബിളായ ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമാണ്.
അഭിനയിക്കുന്നവർ അഭിനയിക്കട്ടെ, അനുകരിക്കുന്നവർ അനുകരിക്കട്ടെ, മിടുക്കന്മാർ മിടുക്ക് കാണിച്ച് മുന്നോട്ട് പോകട്ടെ. എന്നാൽ ദൈവശക്തിയെ വെളിപ്പെടുത്തുന്ന, ദൈവ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന, നിഴലിൽ പോലും ദൈവശക്തി വെളിപ്പെടുത്തുന്ന, വസ്ത്രത്തിൽ ദൈവശക്തി ഒളിപ്പിച്ച, നോട്ടത്തിൽ ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു തലമുറ എഴുന്നേക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. തുടർന്ന് കർത്തൃദാസന്മാർ ഒരു ഗാനം ആലപിക്കുമ്പോൾ വളരെ സമർപ്പണത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, ഈ ദൈവിക ആലോചന മാത്രമല്ല, ഇനിയും സംസാരിക്കുവാൻ ദൈവദാസന്മാരുണ്ട്, മുന്നിൽ കേട്ട ദൈവാലോചനകളുണ്ട്. അതിനെയെല്ലാം ഓർത്ത് വിചിന്തനം ചെയ്ത് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ.